ക്രേസി ഹാക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ട് നല്ലൊരു അടിപൊളി പലഹാരമായിട്ടാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറഭാഗമൊക്കെ നല്ല മൊരിഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ എല്ലാവരും മഴയൊക്കെ കൊണ്ട് വിശന്ന് ആകെ തണുത്ത് വിറച്ചിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പോൾ നല്ല ചൂട് ചായക്കൊപ്പം നമുക്കിത് കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു അല്പം വലിയ ഒരു ബൗൾ എടുത്ത് വയ്ക്കുക. അതിലേക്ക് ഞാൻ ഒരു 2.5 കപ്പ് ഗോതമ്പ് മാവാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml ഒരു കപ്പളവാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ 2.5 കപ്പ് ഗോതമ്പ് പൊടിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ബൗളിലേക്ക് 2.5 കപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയൊരു ബ്ലെൻഡർ എടുക്കുക. അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ചെറുജീരകം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 5-8 ഏലക്കായുടെ സീഡും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് മാത്രമായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 2 ചെറിയ ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾ ഒരുവിധം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരളവായതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 പാളയം കുടം പഴവും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഒന്നും കൂടി അരഞ്ഞ് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ പഴം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയും വേണം. അപ്പോൾ ഈ പഴത്തിൻ്റെ 1.5 പഴം ഞാൻ എടുക്കുന്നുള്ളൂ, നമുക്ക് അത് മതി. അത് ഇതിനകത്തേക്ക് നമുക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ 2.5 കപ്പ് അളവ് ഗോതമ്പ് പൊടിക്ക് നമുക്ക് ഒരു 1.5 പഴത്തോളം നമുക്ക് മതിയാവും. കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ പലഹാരം ആകെ അങ്ങോട്ട് പൊട്ടിപ്പോകും. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പഴത്തിൻ്റെ കൂട്ട് നമ്മൾക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരമാണ്. അപ്പോൾ ഞാനിവിടെ 75 ഗ്രാം ശർക്കരയാണ്, 100 ഗ്രാം ശർക്കര ഇല്ല. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 240 ml ആ കപ്പളവിൽ തന്നെ സെയിം കപ്പിൽ തന്നെയാണ് ഞാനിത് ഈ ശർക്കരയും ഉരുക്കി എടുക്കാനുള്ള വെള്ളവും അളന്നെടുത്തത്. അപ്പോൾ ഈ 1 കപ്പ് മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 1/2 കപ്പോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമുക്ക് നോക്കിയിട്ട് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ ഈ മാവ് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ വെള്ളം നോക്കിയിട്ട് കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അല്ലാണ്ട് ഒന്നിച്ചങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരുപാട് ലൂസായി പോകും. നമുക്ക് അത്രയ്ക്ക് ലൂസ് ആവണ്ട, എന്നാൽ അധികം തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒഴിച്ചു കൊടുത്ത വെള്ളം നമുക്ക് പോരാതെ വരും. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടി ശർക്കരയുടെ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു മാത്രം ബേക്കിംഗ് പൗഡർ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ പഴം ചേർത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ പേരിൽ. അപ്പോൾ ബേക്കിംഗ് സോഡയാണെങ്കിൽ ഒരു 1/4 നുള്ളു മാത്രം ഇട്ട് കൊടുക്കുക. ഇത് കൂടിപ്പോയാൽ ഉള്ള ഒരു ദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ പലഹാരത്തിൽ എണ്ണ ഒരുപാട് കയറി പിടിക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആ മിക്സിയുടെ പഴമരച്ച ബ്ലെൻഡറില്ലേ, അതിനകത്തേക്ക് ഒരല്പം കൂടി വെള്ളം ചേർത്തിട്ട് അതും കൂടി ഒന്ന് കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ലൂസായിരിക്കണം, അധികം തിക്കുമല്ല എന്നാൽ അധികം ലൂസും അല്ല. നമ്മളിങ്ങനെ ഈ കയ്യിൽ എടുത്തിട്ട് നമ്മളിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് താഴേക്ക് വീഴണം, അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇനി നമുക്കിത്
ഒരു 10 മിനിറ്റ് നേരം മതി. ഇത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത ശർക്കരയൊക്കെ കറക്റ്റായിരുന്നു, ബാക്കി ഒരല്പവും കൂടി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് ഈ മാവ് വറുത്തെടുക്കുന്നതിന് മുന്നായിട്ട് നമുക്കിതിനകത്തേക്ക് അല്പം നാളികേരം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നാളികേരം ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുക, ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 4 ടീസ്പൂണോളം നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇത്ര മതി. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണ്ട. ഇതിൻ്റെ ജസ്റ്റ് ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം. ഇത്ര മതി. ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊന്നും കണ്ട, കളറൊക്കെ അതുപോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്, നാളികേരം മൂത്ത ഒരു സ്മെല്ല്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അത് ആ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഇത് മാവ് ടൈറ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കാം. ഇതിപ്പോൾ കറക്റ്റാണ്, നമ്മളിതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന നാളികേരത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ നാളികേരം ഒന്ന് വറുത്തെടുത്ത് ഇതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്ത് ചേർത്ത് കൊടുത്ത് പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ പച്ച തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ നാളികേരം ഒന്ന് വറുത്തെടുത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ളൊരു കുഴിയുള്ള ഒരു പാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് കുഴിയുള്ള പാത്രമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ പാനൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരല്പം കൂടുതലായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം. അത് ശരിക്കും ആ വെളിച്ചെണ്ണയിൽ മുങ്ങിക്കെടുക്കണം. ഇത്ര മതി. അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്ത വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ മാവ് ഒഴിച്ച ഉടനെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും, ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ കൈ ഒന്ന് നനച്ചതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി ഇട്ടാലും മതി. പക്ഷേ നമുക്ക് കയ്യിൽ വെളിച്ചെണ്ണ ചിലപ്പോൾ തെറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കണ്ട. നമ്മൾക്കൊരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം. ഒരു കയ്യിലും കൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ വെള്ളത്തിൽ ഇടക്കൊന്ന് മുക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ കയ്യിൽ ആ മാവ് കയറി പിടിക്കില്ല. അതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാവ് കുറേശ്ശായിട്ട് കോരി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കയ്യിൽ എണ്ണ തെറിക്കുമെന്നുള്ള ഒരു പേടി വേണ്ട. അപ്പോൾ അതുപോലെ നമുക്ക് ഓരോന്നും ഇതേപോലെ കോരി ഒഴിച്ച് കൊടുക്കാം. ഇടയ്ക്ക് നമ്മൾ കയ്യിൽ ഇതേപോലെ ഒന്ന് വെള്ളത്തിൽ ഇടയ്ക്കൊന്ന് മുക്കിയതിന് ശേഷം മാത്രം ഇതേപോലെ കോരിയെടുത്ത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്ക് ഇതേപോലെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ടു മീഡിയം ഫ്ലെയിം. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ അല്ല, നല്ല ഡാർക്ക് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതേപോലെ ഒരു ഹോൾഡർ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഏത് തരത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. റൗണ്ട് ഷേപ്പ് തന്നെ വേണമെന്നില്ല. നല്ല അപാര ടേസ്റ്റാണ് ഈ പലഹാരത്തിന്. പിന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബേക്കിംഗ് പൗഡർ ഇടുമ്പോൾ ഒരു നുള്ളു മാത്രം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിനകത്ത് പഴം ചേർത്തിരിക്കുന്നത് കൊണ്ട് നന്നായിട്ട് തന്നെ പൊന്തി നല്ല ഇതായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ പലഹാരം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് തന്നെയുമല്ല, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ കൂടിപ്പോയാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പലഹാരത്തിൽ കണ്ടമാന എണ്ണയിരിക്കും. അപ്പോൾ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പഴം ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ഇതൊന്നും ഇട്ടില്ലെങ്കിലും യാതൊരു കുഴപ്പമുണ്ടാവില്ല. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഈ മാവ് കോരിയെടുക്കുന്ന ഈ കയ്യിലൊന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കാനായിട്ട് നമ്മൾ മറക്കരുത്. എന്നാലും മാത്രമേ ആ കയ്യിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് വിട്ട് കിട്ടുള്ളൂ.
അടിപൊളി ടേസ്റ്റാണ് ഈ പലഹാരത്തിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുന്നവരും ഉണ്ടാവുമായിരിക്കും. എന്നാലും ഞാൻ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിലൊക്കെ നമുക്ക് ഈ മഴയൊക്കെ കണ്ട് നല്ല വിശന്ന് ആകെ ഒരു തണുത്ത് പറിച്ചിരിക്കുന്ന സമയമാണ് എല്ലാവരും. അപ്പോൾ ഇങ്ങനെയുള്ള പലഹാരങ്ങൾ നല്ല ചൂട് ചായക്കൊപ്പം കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലൊരു ഡാർക്ക് ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ അടുത്ത ബാച്ചും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. കണ്ടിട്ട് തന്നെ നമുക്ക് കൊതിയായിട്ട് വയ്യ. ഇത് തീരണ വഴി അറിയില്ല കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ്. എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്കും ബാക്കിയൊന്നും ഉണ്ടാവില്ല. അതിനു മുമ്പ് തന്നെ സംഭവം കാലിയായിട്ടുണ്ടാവും. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ല ജിങ്കം മഴക്കാറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല കഴിക്കാൻ പാകത്തിനാക്കി റെഡിയായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കേ വേണ്ട. അടിപൊളി ടേസ്റ്റുള്ള ഈ പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കുക. ഞാൻ ചെയ്യുന്ന രീതി തന്നെ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് അതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നല്ലൊരു ചൂട് കട്ടൻ ചായക്കൊപ്പം അങ്ങോട്ട് കഴിക്കുകയാണെങ്കിൽ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും ഈ മഴയൊക്കെ കണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.